പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹേമ കമ്മീഷൻ റിപ്പോർട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചലനങ്ങൾ ഓരോ ദിവസവും തീവ്രമായി കൊണ്ടിരിക്കുകയാണ്, ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സർക്കാരും ആകെ അങ്കലാപ്പിലേക്ക് പോകുന്നു. നടന്മാരുടെ നടന്മാർ അവരെല്ലാവരും വലിയ അങ്കലാപ്പിലേക്ക് പോകുന്ന നിലയിലുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചർച്ച അത്രയധികം തീക്ഷ്ണമായി കൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസം കഴിയുന്നു. സുഹൃത്തുക്കളെ, ഈ ചർച്ച തീക്ഷ്ണമാകുന്നതിനിടയിൽ വർഷങ്ങൾക്ക് മുമ്പ് അന്തരിച്ച കേരളത്തിലെ പ്രധാനപ്പെട്ടൊരു നടനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. ആ മഹാനടൻ്റെ പേരാണ് തിലകൻ. ആ തിലകനാണ് എനിക്ക് തോന്നുന്നു ഒരു പതിറ്റാണ്ട് മുമ്പെങ്കിലും ഈ സിനിമാ രംഗത്തെ ഈ മാഫിയവൽക്കരണത്തിനെതിരെ അല്ലെങ്കിൽ സിനിമാ രംഗത്തെ താരാധിപത്യത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തത് അദ്ദേഹമാണ്. ആ നിലപാടെടുത്തതിനെ തുടർന്ന് അദ്ദേഹം അനുഭവിക്കുകയുമുണ്ടായി. അദ്ദേഹത്തിനെതിരെ വലിയ ഉപരോധം വന്നു. ആ ഉപരോധം വന്നതിനെ തുടർന്ന് അദ്ദേഹം സിനിമാ രംഗം വിട്ട് അദ്ദേഹം സീരിയൽ രംഗത്തേക്ക് പോയി. അവിടെയും അദ്ദേഹത്തിനെതിരെ ഉപരോധം വന്നു. അദ്ദേഹത്തിനെതിരെ ഉൾപ്പെടെ ഉപരോധം വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസ് കോമ്പറ്റീഷൻ കമ്മീഷനിലേക്ക് പോയി. അതിൽ 2015 ഈ AMMA പോലുള്ള സംഘടനകൾക്കെതിരായിട്ടുള്ള നടപടി അന്നുണ്ടായി. അപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന പേര് കേരളത്തിൻ്റെ എക്കാലത്തെയും മഹാനടന്മാരിൽ ഒന്നായിട്ടുള്ള തിലകനും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഉപരോധവും അതിനെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതിരോധവും പോരാട്ടവുമൊക്കെയാണ്. സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ മഹാനടനായിട്ടുള്ള തിലകൻ്റെ മകൻ ഷമ്മി തിലകൻ, അദ്ദേഹവുമായി നമ്മൾ നടത്തിയ ഒരു ഫോൺ സംഭാഷണമാണ് നമ്മൾ ഇനി ഈ വീഡിയോയിൽ കേൾക്കാൻ പോകുന്നത്. അദ്ദേഹവുമായി ആമുഖമായി സംസാരിച്ചപ്പോൾ തന്നെ ഷമ്മി തിലകൻ എന്നറിയപ്പെടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. ആ മഹാനടൻ്റെ മകൻ എന്നുള്ള നിലയിൽ അറിയപ്പെടാൻ എനിക്ക് അഭിമാനമേ ഉള്ളൂ എന്ന് അദ്ദേഹം എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ അച്ഛന് നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ ആ വിധിന്യായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ തന്നെ അദ്ദേഹം എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. ആനുഷംഗികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അദ്ദേഹം സിനിമാ രംഗത്തേക്ക് സിനിമാ നടനാവണമെന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്ത് വന്ന ഒരാളല്ല. അദ്ദേഹം വളരെയേറെ അധികം കഴിവുള്ള സംവിധായക ശേഷി, ആ സംവിധാന രംഗത്ത് തൻ്റെ കഴിവ് നാടകരംഗത്ത് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു ചിത്രകാരനാണ് എന്നുകൂടി എനിക്ക് സംഭാഷണ മധ്യത്തിൽ എനിക്ക് ബോധ്യമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ആ പിതാവ് നേരിട്ടിട്ടുള്ള ഉപരോധം, അതിനെതിരായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള സമരം, അത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ഈ വീഡിയോയിൽ നമ്മളോട് സംസാരിക്കും. ആ വീഡിയോ നിങ്ങളെ ഒന്ന് ഞാനിനി കേൾപ്പിക്കുകയാണ്. ശ്രീ ഷമ്മി തിലകൻ, ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമാ രംഗത്തുള്ള ഈ അനൗദ്യോഗികമായിട്ടുള്ള ഈ ഉപരോധവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന വിശദാംശങ്ങളാണ്. അപ്പം അതിൽ അവർ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും അവർ ഉപരോധവുമായി ബന്ധപ്പെട്ട് വിശദമാക്കിയിട്ടുള്ള കാര്യവും, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കമ്മീഷനിൽ സംവിധാനം വിനയം കൊടുത്തൊരു കേസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പറയുന്ന ആ വിഷയങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങളുടെ പിതാവായിട്ടുള്ള കേരളത്തിലെ മഹാനായിട്ടുള്ള നടൻ തിലകനാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങക്ക് എന്തൊക്കെയാണ് ആമുഖമായിട്ടൊന്ന് പറയാൻ പറ്റുക? സാർ, അതിലത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ഒരു വൺ സൈഡ് അല്ലേ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അതൊരു പക്ഷെ ഈ അതിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ജഡ്ജ്മെന്റാണ് അങ്ങ് കുറച്ചു മുമ്പ് പറഞ്ഞ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആ ഒരു ജഡ്ജ്മെന്റ്. അത് ഓൾറെഡി എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി അത് ശരിവെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് അതിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നതാണ് കുറച്ചും കൂടി എന്താ പറയുന്ന ആധികാരികത ഉള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ നിലവിലെ അത് 2017 വന്ന ഒരു ജഡ്ജ്മെന്റ് ആണ്. അതിനുശേഷം മാത്രമാണ് ഈ പറയുന്ന എന്താണ് അത് നിയമിതമായത് തന്നെ അല്ലെ? അങ്ങനെ പറയാം. എനിക്ക് 2018 മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ
എന്തായാലും ഈ ജഡ്ജ്മെന്റിന് ശേഷമാണ്. അതെ, ഈ ജഡ്ജ്മെന്റ് 2014 അതെ, അപ്പോൾ അത് കറക്റ്റ്. അത് ഡോക്യുമെന്റായിട്ട് പുറത്തു വന്നത് 2015 നമുക്ക് അവൈലബിൾ ആയത്. എന്തായാലും നമുക്ക് കമ്പയർ പോയി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഇപ്പൊ നമ്മുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മെയിൻ പ്രശ്നമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു 15 അംഗ പവർ ടീമിനെ കുറിച്ചാണ്. എനിക്ക് അതിനകത്ത് മറ്റുള്ള കാര്യങ്ങളെല്ലാം സർ, ഈ പറയുന്ന സിനിമ ഇൻഡസ്ട്രി എന്ന ഈ സിനിമ എന്നല്ല മറ്റുള്ള എല്ലാ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ാകുന്ന ഒരു വിഷയം തന്നെ. അപ്പൊ അതിനകത്ത് ഞാൻ അതിനെ ഒരു കുറച്ച് കാണുകയല്ല, വില കുറച്ച് കാണുകയല്ല. പക്ഷേ അത് ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ആ സംഭവത്തിന്റെ പുറത്ത് തന്നെയാണ് ഈ പറഞ്ഞ WCC എന്ന് പറയുന്ന ഫോം ചെയ്തതും ഈ ഒരു കമ്മീഷൻ പെട്ടതും എന്നുള്ളത് ഒരു നിമിത്തം മാത്രമായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. ഓക്കെ, അതൊരു വിഷയം തന്നെയാണ്, അതൊരു വിഷയമല്ല എന്ന് ഞാൻ പറയുന്നില്ല, അതോടെ മാറ്റം. പക്ഷെ ഇതിന്റെ എല്ലാം ഇതിനകത്തുള്ള ഈ പറഞ്ഞ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ജഡ്ജ്മെന്റിൽ പറയുന്നതിനകത്തുള്ള ആ ഒരു ക്രൈമുകൾ, അതായത് വെച്ചാൽ അതൊരു ക്രൈമാണെന്നുള്ളത് ഓൾറെഡി ഒരു കോടതി തന്നെ വിധിച്ചിട്ടുള്ളതാണ്. അത് അവർക്ക് പിഴയിട്ടുള്ളതാണ്. അവർ അതിനകത്ത് കുറ്റവാളിയാണെന്നത് അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്, അല്ലേ? ചലഞ്ച് ചെയ്ത് സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി ശരിവെച്ചതാണ്. ശരിവെച്ചോ, അത് മാത്രമല്ല പിഴ ഇരട്ടിപ്പിക്കുകയും ചെയ്തു എന്നാണ് എന്റെ അറിവ്. അതായത് അതിനകത്തെ ആപ്ലിക്കന്റ് അല്ലെങ്കിൽ കംപ്ലൈനന്റ് തന്നെ കഴിഞ്ഞ ദിവസം TV യിൽ പറയുന്നത് ഞാൻ കേട്ടു, ശ്രീ വിനയൻ. അത് ഈ റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ആ ഫൈനിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതാണ് അവിടെ വിഷയമായിട്ട് വരുന്നത്. അപ്പോ ഈ പറയുന്ന എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ജഡ്ജ്മെന്റിൽ പറയുന്ന അതിൽ പിഴയടച്ച കാര്യം ഇതിനകത്ത് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന 15 അംഗ കമ്മിറ്റി എന്ന് പറയുന്നത് അവരൊക്കെ തന്നെയല്ലേ. എന്തിന് നമ്മൾ ഒരു പരസ്യമുണ്ടല്ലോ, സാർ, ഒരു പരസ്യമുണ്ടല്ലോ സാർ, വീട്ടിൽ വെച്ചിട്ടെന്തിന് നാട്ടിൽ തേടി നടപ്പൂ, അതല്ലേ ഇവിടെ നടക്കുന്നത്. അപ്പൊ അങ്ങ് പറയുന്നത് പേരൊന്നും പറയാതെ ഹേമ കമ്മിറ്റി നടത്തുന്ന പരാമർശങ്ങളെക്കാൾ ആധികാരികമായി കോമ്പറ്റീഷൻ കമ്മീഷനിൽ ആധികാരികമായി തീർപ്പ് കൽപ്പിച്ച് ഈ 15 അംഗ പവർ ഇവർക്ക് ഫൈൻ അടയ്ക്കാൻ വരെ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ആധികാരികം, അതാണ് അങ്ങയുടെ വാദം. വാദത്തിനേക്കാൾ അതൊരു സത്യമല്ലേ? അതാണ് വസ്തുത, അതാണ് ശരി. സുപ്രീം കോടതിയാണ് അത് ശരിവെച്ചിരിക്കുന്നത്. അതെ 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 അതിനപ്പുറം അപ്പീലുണ്ടോ സർ? എനിക്കറിയില്ല. അതുകൊണ്ട് എന്റെ ശരിയാണെങ്കിൽ അതൊരു റിപ്പോർട്ടബിൾ ജഡ്ജ്മെന്റ് ആണ്, ഇംപ്ലിമെന്റഡ് ജഡ്ജ്മെന്റ് ആണ്. അപ്പൊ പിന്നെ അതിന് മേലെ അത് നിങ്ങൾക്കത്ത് പരാമർശിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതും കൂടെ കൂട്ടിച്ചേർത്തല്ലേ അത് അത് എന്താണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. എങ്കിലല്ലേ ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊരു വാല്യൂ വരികയുള്ളൂ. അപ്പൊ അതിൽ പറയുന്ന ഒരു ഹൃദയഭാഗത്തുള്ള വാദഗതി എന്ന് പറയുന്നത് തന്നെ അങ്ങയുടെ പിതാവുമായി എന്നെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പിന്നെ ഉപരോധത്തെ കുറിച്ചിട്ടാണ് അതിനകത്തും പ്രധാനമായി പറഞ്ഞത്. ഞാൻ ഇപ്പോൾ ജഡ്ജ്മെന്റ് വായിക്കായിരുന്നു രാവിലെ. അതെ അതിനകത്ത് മെയിൻ വിഷയം അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ശ്രീ വിനയൻ എന്ന് പറയുന്ന സംവിധായകൻ ആ കേസ് കൊടുത്തത്, അതില് അന്ന് മനസ്സിലാക്കണം, അദ്ദേഹം ആ കേസ് കൊടുക്കുമ്പം എന്റെ ഫാദർ ജീവനോടെ ഇല്ല. എന്നിട്ടും ബഹുമാനപ്പെട്ട കോടതിക്ക് തിലകന്റെ വിഷയമാണ് അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് അത് വായിച്ചപ്പോൾ മനസ്സിലാകുന്നു. അദ്ദേഹം ഇത് പറയുമ്പോൾ ജീവനോടെ ഇല്ല എന്നുള്ള വിവരം തന്നെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഈ കേസ്. അപ്പൊ എന്തുകൊണ്ട് കോടതി അത്രയും കൺവിൻസ്ഡ് ആയി സർ? അതാണ് എന്റെ ചോദ്യം. മനസ്സിലായി. അതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ആ അച്ഛന്റെ കാര്യം പറഞ്ഞിരിക്കുന്ന ആ പാരഗ്രാഫുകൾ സാർ ഒന്നുകൂടെ ഡെപ്തിൽ നോക്കിയറിയാം. അദ്ദേഹത്തിന്റെ മരണപൊഴി പോലെയാണത്. അതായത് ഈ ചാനലിൽ പറഞ്ഞിരിക്കുന്ന ഇന്റർവ്യൂകളും കാര്യങ്ങളും എല്ലാം അവര് നോക്കി അതിനുശേഷം മറ്റുള്ള കക്ഷികളുടെ നിന്ന് മൊഴിയെടുത്തു. ആ മൊഴിയാണ് ഞാൻ സാറിനോട് പറഞ്ഞത്. ആ മൊഴി ഇതിനകത്തില്ല. അത് അവര് മൊഴി കേട്ട് ശരി ഒപ്പിട്ട് വെച്ച് കൊടുത്ത ആ മൊഴിയുണ്ടല്ലോ, അതിന്റെ ഒരു എസൻസ് മാത്രമേ ആ ജഡ്ജ്മെന്റിനകത്ത് എഴുതിയിട്ടുള്ളൂ. അതിനകത്ത് ഇവരെന്താണ് എന്താണ് പാര ബൈ പാര എന്തായാലും അതിനകത്ത് കൗണ്ടർ ഫെഡിറ്റ് കൊടുക്കേണ്ടി വരുമല്ലോ. അതവിടെ കാണുമല്ലോ. ഞാനടക്കം മൊഴി കൊടുത്തിട്ടുണ്ട് അവിടെ.
അവിടെയും എന്റെ വിഷയവും ഉണ്ട്. എനിക്ക് ഒരു കാര്യം ഇപ്പോ നമ്മുടെ സാറ് നിങ്ങളെന്താ പൈസ തിരിച്ചു കൊടുത്തതിന്റെ കാര്യം പറയുന്നുണ്ട് അതിനകത്ത്. അതാ ഞാൻ പറഞ്ഞേ. ഞാനത് ഒരിക്കൽ ശ്രീ സിദ്ദിഖ് മറ്റേ KPSC ലളിതയുമായിട്ടൊരു ഇന്റർവ്യൂ നടത്തില്ലേ, ഏതെങ്കിലും ഒരാളുടെ പടത്തിന്റെ പൈസ എന്താണ് തിരിച്ചു കൊടുത്തതായിട്ട് ഞങ്ങളുടെ ഇടപെടൽ കാരണം കൊടുത്തതായിട്ട് തെളിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇത് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്തു ഒരിക്കൽ TV-യിൽ ലൈവായിട്ട്. ഉടനെ തന്നെ ഞാൻ മറുപടി എഴുതിയല്ലോ. എന്താണ് എന്താണ് ഇതിന്റെ റിപ്പോർട്ട് ജഡ്ജ്മെന്റ് എടുത്ത് നോക്കൂ. ഷമ്മി തിലകന്റെ 50,000 രൂപ വിനയന്റെ സിനിമയിലേക്ക് തിരിച്ചു കൊടുപ്പിച്ചത് പറയുന്നുണ്ട്. അപ്പൊ അത് അവിടെ തന്നെ ആ വാദം അപ്പൊ തന്നെ പൊളിഞ്ഞില്ലേ? അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു തെളിവല്ലേ? അപ്പൊ അവിടെയും ഞാൻ പറയുന്നത് തിലകൻ തന്നെയാണ് ആ ജഡ്ജ്മെന്റിന്റെ ഹൈലൈറ്റ്. ഒന്ന് മെയിൻ തിലകൻ, മറ്റേത് ഷമ്മി തിലകൻ. അപ്പോൾ യഥാർത്ഥത്തിൽ കോമ്പറ്റീഷൻ കമ്മീഷന്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞവരാണ്. ഇനി ഇവർക്ക് നടപടിയാണ് ശരിക്കും ഉണ്ടാവേണ്ടത്. എക്സാക്ട്ലി. അതേ ശിക്ഷ അടച്ചിട്ട് അതേ അവസ്ഥ വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം മനസ്സിലാകും. അത് ശരിക്കും പറഞ്ഞ കോടതിയിൽ എത്തിപ്പെടുമെന്നുള്ളത് സാറ് ചിന്തിക്കുക. ശരിയാണോ? എനിക്കറിയില്ല. അല്ല അത് തന്നെയാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ്, ഞാനിപ്പോൾ രണ്ടും കൂടെ വായിച്ചപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു കംപ്ലീറ്റ് അങ്ങൊരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് അങ്ങോട്ട് ഞാൻ ചോദിക്കുന്ന ഒരു നിയമോപദേശം, ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണ്. ഇത് ഈ ഒരു കാര്യം ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞ സ്ഥിതിക്ക് ആ കോടതിയുടെ 2014 വന്ന കോടതിയുടെ വിധിക്ക് ശേഷം ഇങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും നടന്നതായിട്ട് ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കോടതി ലക്ഷ്യമല്ലേ സാർ അത്? അതെ. അല്ല ഞാൻ ചോദിക്കുന്നത്, ഇവർ ഫൈൻ അടച്ചു കാണണമല്ലോ അല്ലേ? അതാണല്ലോ ഞാൻ പറഞ്ഞ ഇംപ്ലിമെന്റഡ് ജഡ്ജ്മെന്റ് എന്ന് ഞാൻ പറഞ്ഞത്. അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞ ജഡ്ജ്മെന്റ് ആണ്. സുപ്രീം കോടതി വിധിച്ചതോടെ അത് മാത്രമല്ല, അന്ന് ഞാൻ സംഘടനയിൽ ഉള്ള സമയമാണ്. അന്ന് ഞങ്ങൾക്ക് വരുന്ന സർക്കുലറിനകത്ത് ഈ പൈസ അടച്ചതിന്റെ മറ്റേ ഇതില്ലേ, എന്താണ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനകത്ത് അതിന്റെ പൈസ അടച്ചതായിട്ട് തെളിവിന്റെ. എനിക്കറിയാം ഇതിപ്പം അങ്ങയുടെ പിതാവ് ആയിട്ടുള്ള ഒരു നടൻ അനുഭവിച്ചൊരു വിഷയമാണ് ഇതിനകത്ത് അതിൻ്റെ ഒരു ഹൃദയഭാഗം എന്നുള്ള നിലയിൽ വരുമ്പോൾ അത്ര ഭീകരമായിട്ടുള്ള ഒരു ഉപരോധവും ഒറ്റപ്പെടലുമാണ് ആയിരിക്കണമല്ലോ പിതാവ് അനുഭവിച്ചത് എന്നാണല്ലോ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടുമാണല്ലോ, അത് വ്യക്തമാണല്ലോ. ആ ജഡ്ജ്മെന്റിൽ തന്നെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തോട് കാണിച്ചത് അനീതിയാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അല്ല എന്താണ്, അതായത് ആദ്യം സിനിമയിൽ അഭിനയിച്ചപ്പം എതിർത്തു, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സീരിയലിലേക്ക് പോയപ്പം അല്ലേ? അത് ഇന്നലെ എന്റെ സിസ്റ്റർ മാതൃഭൂമി ചാനലിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അത് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 15 പേരും കൂടി മറ്റേ ആത്മയുടെ പ്രസിഡന്റ്, ആത്മയുടെ പ്രസിഡന്റ് ആരാണ്? ആയുഷ്കാല പ്രസിഡന്റ് വണ്ണാലിനുള്ളി ഗണേഷ് കുമാർ. അതെ, ഗണേഷ് കുമാർ. അതെ, ഈ ആയുഷ്കാല പ്രസിഡന്റാണ് അതിന്റെ ആത്മയുടെ. അപ്പൊ അമ്മയുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, അഹമ്മദ് സാറായിരുന്നു. പിന്നെ സോമേട്ടൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഇന്നസെന്റ്, മോഹൻലാല്. അങ്ങനെ ഗണേഷ് കുമാർ പറഞ്ഞതായിട്ട് കണ്ടല്ലോ, ആരെയും അങ്ങനെ വിലക്കിയിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗണേഷ് കുമാർ പറഞ്ഞതായിട്ട് പ്രസ്താവന കണ്ടല്ലോ. ഞാൻ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അയാൾ വിലക്കിയതിന് ഞാൻ പറയുന്നില്ല. അതുപോലെ ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലാണ്. ഇന്നസെന്റും അങ്ങയുടെ പിതാവിനെതിരെ നിലപാടെടുത്തായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അതെ, അത് തന്നെയല്ലേ സുകുമാർ അഴീക്കോട് ആയിട്ടുള്ള ഈ പോക്കം ഉണ്ടായത് അറിയില്ലേ എനിക്ക്? ഓർമ്മയില്ലേ? അല്ല, ഇന്നസെന്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇന്നസെന്റും അവിടെ ഒരു തമ്മിലൊരു വലിയ ഫൈറ്റ്. എന്നാൽ അത് അഴീക്കോട് ഭയങ്കര വാശിയോട് കൂടിയാണ് അത് ഇത് ചെയ്തത്. കാര്യം അദ്ദേഹത്തിന് അത്ര ബോധ്യമുള്ളത് കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അതിനകത്തും പറഞ്ഞിരിക്കുന്നത്. അതും സുകുമാർ അഴീക്കോടിന്റെ മരണശേഷമാണ് ആ ഒരു വിധിയിലുണ്ടായിരിക്കുന്നത്. അതെല്ലാം അതിനകത്ത് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന വിഷയമാണ്. ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ വളരെ കൃത്യമായി കോമ്പറ്റീഷൻ കമ്മീഷനിലും വന്നു. കോമ്പറ്റീഷൻ കമ്മീഷനിൽ വന്നു കഴിഞ്ഞിട്ട് ഏതാണ്ട് 9 വർഷം കഴിഞ്ഞിട്ടാണ് ഹേമ കമ്മിറ്റിയിൽ വരുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷനിൽ ഇത് വന്ന് ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടും ഇത് പിന്നീട് കൂടുതൽ ജീർണിച്ചതായിട്ടാണ് ഇപ്പോൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇനി എന്താണ് സംഭവിക്കുക? എന്തെങ്കിലും സംഭവിക്കുമോ സാർ? അതിന് വളരെ സിമ്പിൾ അല്ലേ സാർ? ഒന്ന്, എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം ഞങ്ങൾ നിയമത്തിന് അതീതരാണ് എന്നുള്ള തോന്നലായിരിക്കാം, അല്ലെങ്കിൽ ഇതിൽ സംഭവിക്കുമോ? അല്ല, അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ ജനങ്ങൾ അറിഞ്ഞത്, ഇപ്പോൾ ഭരണകൂടം എന്തെങ്കിലും നടപടി എടുക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നു, ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ ജനങ്ങളുടെ ഇടയിൽ എത്തിയത്
എന്തെങ്കിലും മാറ്റത്തിന് കാരണമാകുമോ, അതോ ഇതുപോലെ തന്നെ അങ്ങ് തുടരുമോ? സാർ ഇപ്പൊ ഇന്നലെ ഈ TV ചാനലുകൾ എല്ലാം ഇന്നത്തെ എന്താണ് വിഷയം? കുട്ടി അതെ 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 അവരെ കാണാതായതാണ് ഇന്നത്തെ വിഷയം. ഓർമ്മയില്ലേ മറ്റേ വയനാട് ദുരന്തം, മറ്റേ ശിരൂരിലേക്ക് പോയി. അതെ, അപ്പൊ അവർക്ക് കണ്ടന്റ് എന്താണ്, എക്സ്ക്ലൂസീവ് സാധനങ്ങളാണ് അവരുടെ താല്പര്യം. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ അത് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ഈ പറയുന്ന മീഡിയകള് ശ്രമിക്കുന്നതിൽ വളരെയധികം പരാജയപ്പെടുന്നത് മാത്രമല്ല, അവർ പോകുന്ന റൂട്ടും ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ തന്നെ ഈ നടന്മാരുടെ ഒരു മനോരമയുടെ എന്തോ ഒരു വലിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ ഇന്നലെ, അവാർഡും ഒക്കെ ആയിട്ട്. സാർ അതെ 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 അതേ പറഞ്ഞേ, അതെല്ലാം ഒരു ഭയപ്പെടും. കാര്യം എന്താണ്, ഇതെല്ലാവരും ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നലെ അവിടെ ഫംഗ്ഷൻ നടന്നത് ആരുടെയാണ്? ഒരു വലിയ മീഡിയ രാജാവിന്റെ ഫംഗ്ഷനാണത് അല്ലേ? അവരുമായിട്ടുള്ള ഒരു കൊളാബറേഷനിലുള്ള ഒരു ഫംഗ്ഷനാണത്. ഇതിപ്പം ഇങ്ങനെ വന്നു എന്നുള്ളതുകൊണ്ട് ഒരു മാറ്റം വരില്ല. ഇതുപോലെ തന്നെ ജീർണതയും ചൂഷണവും ഈ ഉപരോധവും ഒക്കെ ഇനിയും തുടരുമെന്ന് തന്നെയാണ് അങ്ങ് കാണുന്നത്. എനിക്ക് മറിച്ചൊരു പ്രതീക്ഷ. ഒന്നാമത്തെ കാര്യം, ഞാൻ അതിനെക്കുറിച്ച്, ആ സംഘടനയെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. ഞാൻ അതിനകത്ത് ഒരു മെമ്പറല്ല, എന്നെ പുറത്താക്കിയതാണ്. പക്ഷേ എന്നാലും നമുക്കൊരു പ്രതീക്ഷ കാണുമല്ലോ. ഞാനൊരു സ്ഥാപക അംഗം കൂടിയാണ് അതിന്റെ. ശരിയായിട്ട് എന്റെ കയ്യിലിരിക്കുന്ന രേഖകൾ പ്രകാരമാണെങ്കിൽ രണ്ടാമത്തെ അംഗം ആയിട്ട് വരേണ്ട വ്യക്തിയാണ് ഷമീ തിലകൻ. പോട്ടെ, അത് വേറെ അവിടെ നിൽക്കട്ടെ. ഞാൻ അതിനകത്തും അങ്ങനെ അവകാശവാദങ്ങളോ അങ്ങനെ ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞ് നടക്കാനായിട്ടില്ല. അതിനെനിക്ക് താല്പര്യവുമില്ല. ഞാനങ്ങനെ ഒരു സൈഡിൽ കൂടെ പോകുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ഒരു ലക്ഷ്യം തന്നെ മറ്റൊന്നാണ്. ആർക്കും അതിന്റെ സ്വന്തമായ താല്പര്യങ്ങളാണ്. പക്ഷേ അങ്ങ് ചോദിച്ചതിന് മറുപടിയായിട്ട് പറയാനാണെങ്കിൽ, അങ്ങനെ ഒരു ശുഭപ്രതീക്ഷ പുലർത്താവുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്ന് പറയാൻ ഞാൻ അശക്തനാണ് സാർ. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്തൊക്കെ ഇപ്പോൾ ഇതിനകത്ത് ഒരു നടപടി ഉണ്ടായില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ സിനിമാ രംഗത്തിൻ്റെ സിനിമയ്ക്കകത്ത് നടക്കുന്നത് എന്താണെന്ന് ജനങ്ങൾ അറിഞ്ഞു. അതിൻ്റെ ഒരു വിശ്വാസ്യത വല്ലാതെ പോയി. അതൊരു ഒരു ചെറുതല്ലാത്തൊരു സംഭവമല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ നമ്മള് ചൊല്ലുണ്ടല്ലോ, വീട്ടുകാര് നമ്മള് കുട്ടികൾ ചീത്തയാകും എന്ന് പറയത്തില്ല. എങ്ങനെ എന്താണ്, നമ്മള് അച്ഛൻ തന്നേം നല്ല ശരിയല്ലെങ്കിൽ പിള്ളേര് ചീത്തയാകും. അപ്പോ നമ്മളിപ്പോ ആ ഒരു രീതിയിലൊന്ന് ചിന്തിച്ചു നോക്കൂ. നല്ല തന്നേം തള്ളയല്ലെന്നുണ്ടെങ്കിൽ പിള്ളേര് നശിച്ചു പോകും. നശിക്കുമ്പോഴത്തേക്ക് അങ്ങനെ അടുത്ത ആ പിള്ളേര് തന്നേം തള്ള ആകുമ്പോഴത്തേക്ക് അവരുടെ പിള്ളേര് നശിച്ചു പോകും. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഒരു അവസ്ഥ ഉണ്ടാകും. നല്ലതിലേക്ക് ഉയർച്ചയല്ലേ ഉള്ളൂ ഉണ്ടാകുന്നത്. നമ്മൾ അതിന് ഗ്രാഫ് നോക്കി താഴ്ന്നല്ലേ പോവുള്ളൂ. നല്ലത് തന്റെ നല്ല നന്നാകണം എന്നുള്ളതല്ലേ നമ്മൾ ആഗ്രഹിക്കുള്ളൂ. നിങ്ങൾക്ക് ഈ പിതാവിന്റെ സംഭവം കഴിഞ്ഞിട്ട് നിങ്ങളുടെ അനുഭവം എന്താ ഇതിനകത്ത്, ഈ മേഖലയിൽ? എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ശരിയാണ് അങ്ങ് പറഞ്ഞ പോലെ, ഞാൻ ഷമീ തിലകൻ എന്റെ ആ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ആഗ്രഹിച്ച് അങ്ങനെ ഒരു അച്ഛന്റെ ആ ഒരു അച്ഛൻ വലിയ സിനിമാ നടനാകുന്നതിന് മുമ്പേ അതിനുശേഷം ഇട്ടൊരു പേരല്ല. ഞാൻ അതിനു മുമ്പേ അച്ഛനോടൊത്ത് നാടക വേദികളിൽ 10-26 നാടകത്തോടെ ഞാൻ സംഘസംവിധായകനായിട്ട് അതിന്റെ കൂടെ പോയിട്ടുള്ള ആളാണ്. നമ്മുടെ ജോസ് പല്ലിശ്ശേരി, നമ്മുടെ ലിജോ പല്ലിശ്ശേരിയുടെ അച്ഛനില്ലേ ജോസ് പല്ലിശ്ശേരി, അദ്ദേഹത്തിന്റെ ചാലക്കുടി സാരഥി എന്ന് പറയുന്ന നാടകത്തിലെ സാറ് കേട്ടിട്ടുണ്ടാവും, ഫസക് എന്ന് പറഞ്ഞൊരു നാടകമുണ്ട്, വിശ്വപ്രസിദ്ധമാണ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനാണ് അതിന്റെ സംവിധായകൻ, പേര് സംവിധായകൻ. എന്റെ പേര് അതിനകത്ത് നോട്ടീസുണ്ട്, സഹസംവിധാനം ഷമീ തിലകൻ എന്നാണ്. അന്ന് അച്ഛൻ സിനിമയിൽ വലിയ ഇതൊന്നും ആയിട്ടില്ല, പോകണം. അന്ന് ആ നാടകം ശരിക്കും പറഞ്ഞാൽ ഷമീ തിലകൻ ഇൻഡിപെൻഡന്റ് ഡയറക്ട് ചെയ്ത നാടകമാണ് അച്ഛന്റെ മേൽനോട്ടത്തില്. അത് കേരളത്തിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് നാടകമായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടണം. അതിനകത്ത് ജോസ് പല്ലിശ്ശേരി ഫസക്, തലാഖിന്റെ എതിർദിശയില്ലേ, മറ്റേ മുസ്ലിം ഇതിന്റെ ആ ഒരു കൾച്ചർ, ഫസക്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്വന്തമായി കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണെന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും ആ നിലയിൽ. തീർച്ചയായിട്ടും സാർ, ഞാൻ ആ നാടകത്തിന് ഞാൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു അതിലെ പ്രധാന നടിയാണ്, അവർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ്. അതാണ് ശ്രീകല എന്ന് പറഞ്ഞ് സീരിയലിലൊക്കെ അഭിനയിക്കുന്ന നടി. അതിന് എത്രയോ വർഷം മുമ്പ് അടിയന്തരാവസ്ഥ കാലത്ത് രാജൻ കേസ് സാറിന് ഓർമ്മയുണ്ടെന്ന് അറിയില്ല.
അടിയന്തരാവസ്ഥ കാലത്ത് PJ ആന്റണി എഴുതിയ കാളരാത്രി എന്ന് പറഞ്ഞൊരു നാടകമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ആ നാടകം കളിച്ചുകൊണ്ടത്. അതിൽ ആന്റണി ആയിരുന്നു, PJ ആന്റണി ആയിരുന്നു എഴുതിയിരുന്നത്. PJ ആന്റണി അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത് ഈശ്വരവാര്യരായിട്ട് PJ ആന്റണിയാണ് അഭിനയിച്ചത്. അച്ഛനാണ് അതിനകത്ത് മെയിൻ വേഷം അഭിനയിച്ചത്. അതില് മറ്റൊരു ചെറിയ പ്രധാന വേഷം അതിനകത്ത് ഈ പുന്നപ്ര വയലാർ ലഹളയില് മറ്റേ ആ സമയത്ത് തന്തയും തള്ളയും ആക്രമണത്തിൽ മരിച്ചു പോയപ്പോഴത്തേക്ക് ഒരു കൊച്ചുകുട്ടി അമ്മയുടെ മുലയിലിങ്ങനെ കടിച്ചു തൂങ്ങി കിടന്നപ്പോ ആ കൊച്ചിനെ വന്ന് അച്ഛന്റെ ക്യാരക്ടർ വന്ന് കാണുകയും അച്ഛനൊരു ആർട്ടിസ്റ്റായിട്ടാണ് അതിനകത്ത് അഭിനയിക്കുന്നത്, പ്രഭാകർ ശർമ്മ. അത് വന്ന് കാണുകയും ആ കൊച്ചിനെ എടുത്തു. അങ്ങനത്തെ ഒരു പ്രധാന കഥാപാത്രമാണ്. എന്നിട്ട് ഈ കൊച്ചിനെ നാടകത്തിന്റെ പ്രധാനം എന്ന് പറയുന്നത്. എന്നെ കൈമാറിട്ട് അച്ഛൻ ഇന്ദിരാഗാന്ധിക്ക് ഒരു തുറന്ന കത്തെഴുതി വെച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി മരിക്കുന്ന ആത്മഹത്യ ചെയ്യുന്നതാണ് അതിന്റെ കാര്യം. അത് ഭയങ്കര, അതായത് പ്രധാന വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിൻ വില്ലൻ എന്ന് പറയുന്ന കരുണാകരനാണ്. ജയറാം പഠിക്കുന്ന കഥാപാത്രമാണ്. തിലകനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള കാര്യങ്ങൾ, ഉപരോധം, ഇതൊന്നും ബാധിക്കുന്നതിനപ്പുറത്ത് സ്വന്തമായി കഴിവുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അത് ഒരു വിഷയം ആവുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ, അല്ലേ? എന്നല്ല സർ, ഞാൻ അതത്രയും പറഞ്ഞതെന്ന് പറയുന്നത്, ഞാൻ അതിലേക്ക് വന്നത് ഞാൻ ഈ ഒരു സിനിമാ നടനാകണമെന്ന് വിചാരിച്ച് വന്നതല്ല. ഞാൻ ഡയറക്ഷൻ, ഞാൻ അവിടുന്ന് പറഞ്ഞാലേ കാര്യം, അവിടുന്ന് ഓരോ സ്ഥലത്തു നിന്നും എന്നെ ഓടിക്കുകയായിരുന്നു. അതാണ് അതിൻ്റെ വിഷയം. ഞാൻ ആദ്യം വന്നത് ഡയറക്ഷൻ, അതായത് എന്നെ അച്ഛൻ, ഞാൻ സിനിമയിലേക്ക് എനിക്ക് എന്നെ ഡയറക്ടർ ആക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നല്ല, ഒരു സമയത്ത് KG ജോർജ് ഇരകൾ എന്ന് പറയുന്ന സിനിമയിലേക്ക് അച്ഛനെ വിളിക്കാൻ വന്നപ്പോ ഞാൻ ചിത്രം വരയ്ക്കും, ഞാൻ ആർട്ടിസ്റ്റാണ്. എന്റെ അച്ഛൻ ആ കഴിവില്ല, എനിക്ക് ആ കഴിവുണ്ട്. ഞാൻ ഓയിൽ പെയിന്റ് ചെയ്യുന്ന ആളാണ്. ഞാൻ PJ ആന്റണിയുടെയും എന്റെ ഗ്രാൻഡ് ഫാദറിന്റെയും 2 പോർട്രേറ്റ് വീട്ടിൽ വരച്ചു വെച്ചിട്ടുണ്ട് ആയിരുന്നു. അത് നശിപ്പിക്കപ്പെട്ടു എങ്കിലും അത് ഔട്ടിട്ടുണ്ടായിരുന്നു. ജോർജ് സാർ ഇത് കണ്ടു. ഞാൻ നോക്കിയിട്ട് പറഞ്ഞു, ഇതാര് വരച്ചതാ? അതെന്റെ മോൻ വരച്ചതാ. ആ കൊള്ളാം. അന്ന് അച്ഛൻ ചുമ്മാ അവർ അടിയടിച്ചു. അച്ഛൻ്റെ അച്ഛൻ്റെ ഞാൻ നാടകം ഡയറക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അവന് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ട് കിട്ടുമെന്നോ. കാര്യം എന്താണ്, അച്ഛനൊരു പടം ഡയറക്ട് ചെയ്യണമെന്ന് അച്ഛന് ഭയങ്കര മനസ്സിലാഗ്രഹമാണ്. അച്ഛന് ടെക്നിക്കൽ സൈഡ് അതേക്കുറിച്ചുള്ള നോളജ് ഇല്ല. അത് എനിക്ക് ആ നോളജ് ഉണ്ട്. അപ്പൊ അത് സിനിമാ നോളജും കൂടെ കയറ്റി കഴിഞ്ഞാൽ അച്ഛനെ എന്നെ അസോസിയേറ്റ് ആക്കി നിർത്തി സിനിമ ഡയറക്ട് ചെയ്യാം. അതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. അച്ഛന് മറ്റേ അതിന്റെ ക്രിയേറ്റീവ് സൈഡ് മാത്രം അച്ഛനെ നോക്കിയാൽ മതി. അപ്പൊ ഞാൻ ബാക്കി ഇതൊരു പ്രതിബന്ധമല്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാം. അല്ല സർ, അതുകൊണ്ട് തന്നെയാണ് 2018 ഈ ജഡ്ജ്മെന്റ് വെച്ചിട്ടാണ് ഞാൻ ആദ്യമേ എഴുതിയത്. ഞാൻ അവസാനത്തെ വായിനത്തെ വാചകമുണ്ട്, അങ്ങത് കേട്ട് കഴിഞ്ഞാൽ കണ്ണുതള്ളും. അതാ ഞാൻ പറഞ്ഞേ, അതൊക്കെ വേറെ വിഷയം. അതൊന്നും ഇവിടെ സത്യം പറഞ്ഞാല് ഇപ്പൊ അതല്ല വിഷയം. കാര്യം ഞാൻ എന്റെ ഇതുമായിട്ട് എനിക്കതിനകത്ത് അങ്ങനെയുള്ളത്. കാര്യം എന്റെ രീതി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് സാർ. ഞാൻ നമ്മള് സാറ് ഒരു പടമുണ്ട്, ഞാൻ മെയിൻ വേഷത്തിൽ അഭിനയിച്ച ഒരു പടമാണ് KL795 എറണാകുളം നോർത്ത്. അതിലൊരു ക്യാരക്ടർ ഉണ്ട് സാർ, മരിച്ചുപോയ മച്ചാൻ വർഗീസ് എന്ന് പറയുന്ന ഒരു ആക്ടർ. അതൊരു ചെറിയ പടമാണ്, പക്ഷെ പ്രൊഡ്യൂസർ ഭയങ്കര കാശുണ്ടാക്കിയ പടമാണത്. അതിലൊരു ചെറിയ ക്യാരക്ടർ, മച്ചാൻ വർഗീസിന്റെ ഒരു ക്യാരക്ടർ. അതിനകത്ത് വലിയൊരു സന്ദേശം അങ്ങേരെ നൽകുന്നുണ്ട്. അങ്ങേരെ ഒരു ചെത്തിപ്പിഴിവുകാരനാ. അങ്ങനെ ഇതുമായിട്ട് എന്താണ്, ഒരു ഈ ഡെയിലി പിരിവിന് പോകുന്ന സൈക്കിളിൽ ഇങ്ങനെ പിരിവിന് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ ചവിട്ടി പോകുമ്പോൾ എതിരെ ഒരു കലിങ്കിന്റെ അടുത്ത് എത്തിയപ്പോൾ ഈ റോഡിൽ ഇങ്ങനെ കട്ടറുണ്ടായിരുന്നു, ചെളിവെള്ളം കിടക്കുകയാണ്. അപ്പൊ ഈ കാർ ഇങ്ങനെ അടിച്ചു കത്തിച്ച്, ഇങ്ങനെ അംബാസഡർ കാർ ഇങ്ങനെ കത്തിച്ച് പോകുമ്പോൾ ഈ ചെളിവെള്ളം കംപ്ലീറ്റ് ചെയ്യാതെ വെള്ളം ഷർട്ടിൽ ഇങ്ങനെ തെറിക്കുമ്പോഴത്തേക്ക് ഇയാൾ പെട്ടെന്ന് കാറിൽ ചാടി അങ്ങനെ പറഞ്ഞിട്ട് ഈ വണ്ടിയുടെ നമ്പർ എഴുതിയെടുക്കും, KL7. അപ്പൊ അവിടെ നിന്ന് വഴിപോക്കൻ അവിടെ നിൽപ്പുണ്ടാകും. എന്താ ചേട്ടാ, എന്തിനായിട്ടാ നമ്പർ എഴുതിയിരിക്കുന്നത്? അല്ല, ആ നമ്പർ എഴുതിയിട്ട് ഇനി ആ വണ്ടി വരുമ്പോൾ മാറി കിടക്കാമല്ലോ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കാരനാണ് സാർ ഞാൻ.